Hello all, have a nice time. In the last classes, you studied about propositions, some logical connectives used to produce compound propositions from the simple propositions, etc. Actually, we are studying about a new language, its notations, to represent our logical thought mathematically. Today we will deal with some real-life problems which appear in Discrete Mathematics with Applications written by Thomas Cauchy. We will study how we can make use of our language of logic to have some decisions in some decision-making problems. നാം ഇതുവരെ പഠിച്ചിട്ടുള്ള ലാംഗ്വേജ് ഓഫ് ലോജിക് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാവുന്ന ചില ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഐലൻഡ് ഓഫ് നൈറ്റ്സ് ആൻഡ് നേവ്സ്. ദ പ്രോബ്ലം ഇസ് faced with engine problems, Ellen Wright made an emergency landing on the beach of the island of Knights and Knaves. ഐലൻഡ് ഓഫ് നൈറ്റ്സ് ആൻഡ് നേവ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഐലൻഡിലുള്ള ആളുകൾ ഒന്നുകിൽ സത്യം മാത്രമേ പറയുകയുള്ളൂ, അത്തരം ആളുകളെയാണ് നൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. മറ്റു ചിലർ കള്ളം മാത്രമേ പറയുകയുള്ളൂ, അവരെയാണ് നേവ്സ് എന്ന് വിളിക്കുന്നത്. സോ ആ ഐലൻഡിലുള്ള ആരെ നിങ്ങൾ പരിചയപ്പെട്ടാലും അവർ ഒന്നുകിൽ നൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നേവ് ആയിരിക്കും. എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ പ്രോബ്ലത്തെ തുടർന്ന് നമ്മുടെ എലൻ റൈറ്റ് ഈ കാണുന്ന ഐലൻഡിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. ദ ഐലൻഡ് ഇസ് ഇൻഹബിറ്റഡ് ബൈ ടു ഡിസ്റ്റിങ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ, നൈറ്റ്സ് ആൻഡ് നേവ്സ്. Knights always tell the truth and knaves always lie. Ellen decided that her best move was to reach the capital and call for service. ആ ഐലൻഡിലെ ക്യാപിറ്റൽ സിറ്റിയിലെത്തിയ ശേഷം സഹായത്തിന് അഭ്യർത്ഥിക്കാനാണ് എലൻ റൈറ്റ് തീരുമാനിക്കുന്നത്. വാക്കിംഗ് ഫ്രം ദ ബീച്ച് ഷീ കെയിം ടു ആൻ ഇൻ്റർസെക്ഷൻ where she saw two men, A and B, working nearby. മുമ്പിൽ കണ്ട വഴിയിലൂടെ മുമ്പോട്ട് നടന്ന സമയത്ത് എലൻ റൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന വഴി രണ്ടായി പിരിയുന്നതായിട്ട് കാണുന്നു. അതിനടുത്തായി രണ്ട് മനുഷ്യർ എയും ബിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ഹിയറിംഗ് ഹർ സ്റ്റോറി, എ ടോൾഡ് എലൻ, ദ ക്യാപിറ്റൽ ഇസ് ഇൻ ദ മൗണ്ടൻസ് ഓർ ദ റോഡ് ഓൺ ദ റൈറ്റ് ഗോസ് ടു ദ ക്യാപിറ്റൽ. എലൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ സിറ്റി മൗണ്ടൻസിലാണ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള റോഡ് ക്യാപിറ്റൽ സിറ്റിയിലേക്കാണ് പോകുന്നത് എന്നാണ് എ എന്ന മനുഷ്യൻ പറഞ്ഞത്. ബി സെഡ് ദ ക്യാപിറ്റൽ ഈസ് ഇൻ ദ മൗണ്ടൻസ് ആൻഡ് ദ റോഡ് ഓൺ ദ റൈറ്റ് ഗോസ് ടു ദ ക്യാപിറ്റൽ. ഇത് രണ്ടും ഒരേ സമയം ശരിയാണ് എന്നാണ് ബി പറയുന്നത്. ദെൻ എ ലുക്ഡ് അപ്പ് ആൻഡ് സെഡ് ദാറ്റ് മാൻ ഇസ് എ ലയർ. ഇത് കേട്ടപ്പം എ എന്ന മനുഷ്യൻ പറയുന്നത് ബി ഒരു കള്ളം പറയുന്ന മനുഷ്യനാണ്. ബി ഇസ് എ നെയ്വ് എന്ന് എ പറയുന്നു. Shrugging his shoulders, B then said, if the capital is in the mountains, then the road to the right goes to the capital. B പറഞ്ഞതിനെ ഒന്നുകൂടെ മാറ്റി പറഞ്ഞു. Then Ellen made a table on the back of her guidebook, thanked the two men and walked on the road on the left. Did Ellen make the correct decision? ഇതെല്ലാം കൂടി കേട്ടപ്പം എലൻ ബുക്ക് എടുത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി നോക്കുന്നു. അതിനുശേഷം ഡിസിഷൻ എടുക്കുന്നു. ലെഫ്റ്റ് റോഡിലൂടെയാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നു. എലൻ ലെഫ്റ്റ് റൂട്ടിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. എലൻ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോബ്ലം. സോ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ, അതായത് എലൻ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, വി ഹാവ് ടു എക്സ്പ്രസ് ദ പ്രോബ്ലം ഇൻ അവർ ലാംഗ്വേജ് ഓഫ് ലോജിക്. ഇവിടെ രണ്ട് മനുഷ്യർ എ ബി എന്നിവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിലെല്ലാം തന്നെ പ്രധാനമായും രണ്ട് പ്രൊപ്പോസിഷൻസ് ആണ് കടന്നു വരുന്നത്. ഒരു പ്രൊപ്പോസിഷൻ ദ ക്യാപിറ്റൽ ഈസ് ഇൻ ദ മൗണ്ടൻസ് എന്നതും രണ്ടാമത്തേത് ദ റോഡ് ഓൺ ദ റൈറ്റ് ഗോസ് ടു ദ ക്യാപിറ്റൽ എന്നുമാണ്. ഈ രണ്ട് പ്രൊപ്പോസിഷൻസിനെ നമ്മൾ യഥാക്രമം CR എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ഇത്തരം ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലത്തിലെല്ലാം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെയുള്ള പ്രൊപ്പോസിഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, പല മനുഷ്യർ നടത്തിയതായി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മളുടെ ലാംഗ്വേജിൻ്റെ ഭാഷയിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ്. ഇവിടെ എ എന്ന ആൾ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ദ ക്യാപിറ്റൽ ഇസ് ഇൻ ദ മൗണ്ടൻസ് ഓർ ദ റോഡ് ഓൺ ദ റൈറ്റ് ഗോസ് ടു ദ ക്യാപിറ്റൽ എന്നാണ്. അതായത് ദ സി ക്യാപിറ്റൽ ഇസ് ഇൻ ദ മൗണ്ടൻസ് ഓർ ആർ ഇസ് ദ റോഡ് ഓൺ ദ റൈറ്റ് ഗോസ് ടു ദ ക്യാപിറ്റൽ. അതായത് എ പറഞ്ഞിരിക്കുന്നത് സി ഓർ ആർ എന്നാണ്. അതാണ് നമ്മുടെ ടേബിളിൽ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഹെഡിങ്. എ സേസ് സി ഓർ ആർ. നൗ ബി സെഡ് ദ ക്യാപിറ്റൽ ഈസ് ഇൻ ദ മൗണ്ടൻസ് ആൻഡ് ദ റോഡ് ഓൺ ദ റൈറ്റ് ഗോസ് ടു ദ ക്യാപിറ്റൽ. അതായത് സി ആൻഡ് ആർ എന്നാണ് ബി പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ നാലാമത്തെ കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് എഴുതുന്നു. അവസാനം ബി ഒന്നുകൂടി പറയുകയുണ്ടായി, ഇഫ് ദ ക്യാപിറ്റൽ ഈസ് ഇൻ ദ മൗണ്ടൻസ് ദെൻ ദ റോഡ് ടു ദ റൈറ്റ് ഗോസ് ടു ദ ക്യാപിറ്റൽ. അതായത്
ഇഫ് സി ദെൻ ആർ എന്നാണ് ബി ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. ഇഫ് സി ദെൻ ആർ എന്നതിന് ലോജിക്കൽ ഭാഷയിൽ നമ്മൾ സി ഇംപ്ലൈസ് ആർ എന്ന ഇംപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കോളത്തിലെ അവസാന കോളത്തിൽ നമ്മൾ ബി പറഞ്ഞതായിട്ട് സി ഇംപ്ലൈസ് ആർ എന്ന് എഴുതുന്നു. After that, you have to complete the truth table. We have to consider the 4 cases. Here we have 2 propositions C and R. Both of them may be true. One of them may be true and both of them may be false. So, ഈ 4 കേസുകളിലും ഈ കാണുന്ന ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് അടുത്തതായി നമ്മൾ ചെയ്യുന്നത്. അവസാനമായി നമുക്ക് ചെയ്യാനുള്ളത് ഈ 4 കേസുകളിൽ ഏത് കേസാണ് ആക്ച്വലി പോസിബിൾ ആയിട്ടുള്ളത്, കോൺട്രഡിക്ഷൻസ് വരാത്ത രീതിയിൽ ഏത് കേസാണ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതായിട്ട് ഉള്ളത്. അത് ഡിസൈഡ് ചെയ്യുന്നതിന് നമുക്കിവിടെ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ദ മാൻ എ സെഡ് ദാറ്റ് മാൻ ഇസ് എ ലയർ, ദാറ്റ് ഇസ് ബി ഇസ് എ ലയർ. എ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബി ഇസ് എ ലയർ എന്നാണ്. എ സത്യം പറയുന്ന ഒരാളായിരുന്നു എങ്കിൽ, എ ഒരു നൈറ്റ് ആയിരുന്നു എങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാവണം. അതായത് ബി ഒരു ലയർ ആയിരിക്കണം, അതായത് ബി ഫോൾസ് പറയുന്ന ഒരാളായിരിക്കണം. അതേസമയം എ എന്നത് കള്ളം പറയുന്ന ആളാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റായിരിക്കും. അതായത് ബി ഈസ് എ ലയർ എന്ന് പറഞ്ഞ തെറ്റാണ്. അതുകൊണ്ട് ആ കേസിൽ ബി എന്ന് പറയുന്നത് സത്യസന്ധനായിരിക്കണം, അതായത് ബി പറയുന്നത് ട്രൂ ആയിരിക്കണം. സോ ഈ 2 കേസുകളാണ് ശരിക്കും പോസിബിൾ ആയിട്ടുള്ള 2 കേസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ടേബിളിലേക്ക് തിരിച്ചു വരാം. ഈ ഫസ്റ്റ് കേസ് നോക്കിക്കഴിഞ്ഞാൽ എ ഈസ് സെയിങ് ട്രൂ, ബി ഈസ് ഓൾസോ സെയിങ് ട്രൂ. ആ കേസ് നമുക്ക് പോസിബിൾ അല്ല. എ ട്രൂ ആയിട്ട് പറയുന്ന സമയത്ത് ബി പറയുന്നത് ഫോൾസ് ആണ്. എ സത്യസന്ധനാവുന്ന സമയത്ത് ബി ഒരു ലയർ ആയിരിക്കണം. Therefore, I can cancel the first case from the table. Now consider the second case. In second case, A is saying true, B is saying false. So ആ കേസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. തേർഡ് കേസിൽ A is saying true, B is saying false. അതും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് കേസിൽ എ ഈസ് സെയിങ് ഫോൾസ്, ബി ഈസ് ഓൾസോ സെയിങ് ഫോൾസ്. അത് നമുക്ക് പോസിബിൾ അല്ല. എ ഫോൾസ് പറയുന്ന സമയത്ത് ബി പറയുന്നത് ട്രൂ ആയിരിക്കണം. സോ വി ക്യാൻ ക്യാൻസൽ ദ ലാസ്റ്റ് കേസ് ഓൾസോ. സോ നമ്മുടെ പോസിബിലിറ്റിയിൽ 4 കേസസിൽ നിന്ന് 2 കേസുകൾ പോസിബിൾ അല്ല എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. നൗ റിമെയിൻസ് ദ കേസസ് വെൻ സി ട്രൂ ആർ ഫോൾസ് ആൻഡ് സി ഫോൾസ് ആർ ട്രൂ. ഇതിലേതാണ് പോസിബിൾ കേസ് എന്ന് കണ്ടെത്താനായി നമ്മൾ അടുത്തതായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്ക്, ഇവിടെ ബി എന്ന മനുഷ്യൻ 2 പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് സി ആൻഡ് ആർ എന്നതും ഒന്ന് സി ഇംപ്ലൈസ് ആർ എന്നതും. ബി എന്ന മനുഷ്യൻ ആ ഐലൻഡിലുള്ള ഒരു ഇൻഹബിറ്റ് ആയതുകൊണ്ട് ഒന്നുകിൽ അദ്ദേഹം എല്ലായ്പ്പോഴും സത്യം പറയുന്ന മനുഷ്യനാണ്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും കള്ളം പറയുന്ന മനുഷ്യനാണ്. നമ്മുടെ സെക്കൻഡ് കേസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 2 കേസിലും ഫോൾസ് ആണ് പറയുന്നത്. സോ ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ തേർഡ് കേസ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രാവശ്യം ഫോൾസ് ആണ് പറയുന്നത്, അടുത്ത പ്രാവശ്യം ട്രൂ ആണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ദ ഓൺലി പോസിബിൾ കേസസ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ദ സെക്കൻഡ് റോ, ദാറ്റ് ഇസ് വെൻ സി ഇസ് ട്രൂ ആൻഡ് ആർ ഇസ് ഫോൾസ്. അതായത് ദ ക്യാപിറ്റൽ ഈസ് ഇൻ ദ മൗണ്ടൻസ് എന്ന് പറയുന്നത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ റോഡ് ഓൺ ദ റൈറ്റ് ഗോസ് ടു ദ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ശരിക്കും ക്യാപിറ്റലിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡാണ്. So Ellen made the correct decision and she goes towards the left road. Now let us see what happens to Ellen, right? Walking up the road to the left, Ellen encountered a group of people gathered at what she thought to be a bus stop. ഇടതു ഭാഗത്തുള്ള റോഡിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന എലൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിൽക്കുന്നത് കാണുന്നു. എലന് തോന്നുകയാണ് അതൊരു ബസ് സ്റ്റോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. She approached 3 women, C, D and E, and asked them whether the road went to the capital and whether the location was indeed a bus stop. She received 3 different responses. C said, the road goes to the capital and the bus stop is not here. D said, the road does not go to the capital and the bus stop is here. E said, the road does not go to the capital and the bus stop is not here. Confused and somewhat perplexed, Ellen asked them whether they are knights or nays. To this, they all answered, 2 of us are knights and 1 is a liar. ഈ 3 സ്ത്രീകൾ 3 വിധത്തിലാണ് എലനോട് മറുപടി പറഞ്ഞത്. എലൻ ചോദിച്ചിരുന്നത് താൻ പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുഭാഗത്തേക്കുള്ള റോഡ് ക്യാപിറ്റലിലേക്ക് തന്നെ ഉള്ളതല്ലേ എന്നും ഈ കാണുന്നത് ഒരു ബസ് സ്റ്റോപ്പ് ആണോ എന്നുമായിരുന്നു. അതിന് 3 പേരും ഡിഫറെൻ്റ് ആയിട്ട് ആൻസേഴ്സ് നൽകി.
കൺഫ്യൂഷൻ ആയപ്പം എലൻ അവരോട് അവർ നൈറ്റ്സ് ആണോ നേവ്സ് ആണോ എന്ന് ചോദിച്ചു. അതിന് എല്ലാവരും നൽകിയ ആൻസർ ഒന്ന് തന്നെയായിരുന്നു. 2 of us are knights and 1 is a liar. ഞങ്ങൾ 3 പേരിൽ 2 പേര് നൈറ്റ്സ് ആണ്, ഒരാൾ കള്ളം പറയുന്ന ആളാണ്. The question is, how many of the 3 women are knights? Does the road go to the capital? Is the location where Ellen met them a bus stop? ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് ആൻസർ കണ്ടെത്താനുണ്ട്, അഥവാ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. So as in the previous problem, first of all, you have to search for the propositions from the statement of these 3 ladies. പ്രധാനമായും 2 പ്രൊപ്പോസിഷൻസ് ആണ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പ്രൊപ്പോസിഷൻ, ദ റോഡ് ഗോസ് ടു ദ ക്യാപിറ്റൽ, അതിനെ നമുക്ക് ജി എന്ന് വിളിക്കാം. സെക്കൻഡ് പ്രൊപ്പോസിഷൻ, ദ ബസ് സ്റ്റോപ്പ് ഇസ് ഹിയർ, ദാറ്റ് ഈസ് ദ പ്രൊപ്പോസിഷൻ ബി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഓരോരുത്തരുടെയും കമൻസിനെ നമ്മളുടെ ലാംഗ്വേജ് ഓഫ് ലോജിക് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹിയർ സി സെഡ് ദ റോഡ് ഗോസ് ടു ദ ക്യാപിറ്റൽ ആൻഡ് ദ ബസ് സ്റ്റോപ്പ് ഇസ് നോട്ട് ഹിയർ. ബസ് സ്റ്റോപ്പ് ഇസ് ഹിയർ എന്നതാണ് നമ്മൾ ബി എന്ന പ്രൊപ്പോസിഷനായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബസ് സ്റ്റോപ്പ് ഇസ് നോട്ട് ഹിയർ എന്നത് നെഗേഷൻ ഓഫ് ബി ആണ്. സോ സി സെഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ജി ആൻഡ് നെഗേഷൻ ബി. Now D said the road not goes to the capital and the bus stop is here, that is negation G and B. And E said the road does not go to the capital and the bus stop is not here, that is negation G and negation B. So രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതുപോലെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ലാംഗ്വേജ് ഓഫ് ലോജിക് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദ ട്രൂത്ത് ടേബിൾ കറസ്പോണ്ടിങ് ടു ദീസ് പ്രൊപ്പോസിഷൻസ്. വി ഹാവ് 2 പ്രൊപ്പോസിഷൻസ് ജി ആൻഡ് ബി. സോ വി ഹാവ് ടു കൺസിഡർ ദ 4 cases. Now we have to write the truth table corresponding to the compound propositions made by C, D and E. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ 4 പോസിബിൾ കേസസ് ആണ് നമ്മളുടെ മുമ്പിലുള്ളത്. ഇതിൽ 3 കേസുകൾ പോസിബിൾ അല്ല, ഒരു കേസ് മാത്രമേ പോസിബിളായി ഉണ്ടാവുകയുള്ളൂ. ആ കേസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. ഈ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതെല്ലാമാണ് ശരി എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇതിലാദ്യമായി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, 3 ആളുകളും കോമൺ ആയി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളിൽ 2 പേർ സത്യം പറയുന്നവരാണ് എന്നും ഒരാൾ കള്ളം പറയുന്ന ആളാണ് എന്നും. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് പോസിബിൾ ആവുക എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. 3 പോസിബിലിറ്റീസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, അവർ പറയുന്നത് സത്യമാവാം, അതായത് 2 പേര് സത്യം പറയുന്നവരും ഒരാൾ കള്ളം പറയുന്ന ആളുമാവാം. രണ്ടാമതൊരു കേസ് പറഞ്ഞത് ഒരാൾ സത്യം പറയുന്ന ആളും 2 പേര് കള്ളം പറയുന്ന ആൾക്കാരും ആവാം. അല്ലെങ്കിൽ മൂന്നാമതായിട്ട് 3 പേരും കള്ളം പറയുന്നവരാകാം. സോ ആദ്യം ഇതിൽ ഏത് കേസാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കേസ് നോക്കാം. 2 പേര് സത്യം പറയുന്നവരും ഒരാൾ കള്ളം പറയുന്ന ആളുമായിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ആൾ, കള്ളം പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിൽ 2 പേർ സത്യം പറയുന്ന ആളാണ്, ഒരാൾ കള്ളം പറയുന്ന ആളാണ് എന്നാണ്. അവർ പറഞ്ഞത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറും. ഇതാണ് ഈ കേസാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ. കള്ളം പറയുന്ന ആൾ ഒരിക്കലും സത്യം പറയാത്തതിനാൽ ഈ ഒരു കേസ് അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസാണ് ശരിക്കും ഉള്ളത് എന്ന് വിചാരിക്കുക. അതായത് ആ നിൽക്കുന്ന സ്ത്രീകളിൽ ഒരാൾ എല്ലായ്പ്പോഴും സത്യം പറയുന്ന ആളും 2 പേര് കള്ളം പറയുന്നവരായിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സത്യം പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിൽ 2 പേർ സത്യം പറയുന്നവരാണ് എന്നാണ്. പക്ഷെ അത് ഈ കേസിൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ഈ കേസും പോസിബിൾ അല്ല. മൂന്നാമത്തെ കേസ് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം 3 പേരും കള്ളം പറയുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിലും പ്രശ്നമൊന്നുമില്ല. അവർ പറഞ്ഞത്, എല്ലാവരും പറഞ്ഞത് കളവായിരുന്നു. അതായത് ഞങ്ങൾ 2 പേര് സത്യം പറയുന്ന ആളായിരുന്നു, ഒരാൾ കള്ളം പറയുന്ന ആളാണ് എന്ന് പറഞ്ഞത് 3 പേരും കളവാണ് പറഞ്ഞത്. സോ ഈ കേസാണ് നമുക്ക് പോസിബിൾ കേസായിട്ടുള്ളത്. സോ നമ്മളുടെ ട്രൂത്ത് ടേബിളിൽ ഈ 3 പേരും എല്ലായ്പ്പോഴും കള്ളം പറയുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലായി. Now we have to check in which of the row all the 3 ladies are saying false. And you can see that the first row all 3 are saying false statement. Second row 1 is saying true. Third row also 1 is saying true. And fourth row also 1 is saying true. So we have to consider the first case in which all the 3 are telling lie. So this is the possible case here, that is here G is true and B is also true. That is the road to the left goes to the capital and also the bus stop is there itself.
എലൻ റൈറ്റ് ഈ 2 ഡിസിഷൻസും എടുക്കുന്നു. അതിനുശേഷം അവിടെ കണ്ട ബസ്സിൽ കയറാൻ തീരുമാനിക്കുന്നു. Now comes the third problem here. At the bus stop, Ellen noticed signs for 3 buses, B1, B2 and B3, and approached another trio of women, F, G and H. A conversation ensued. ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് എലൻ 3 ബസ്സുകളുടെ ബോർഡ് കാണുന്നുണ്ട്. അവിടുന്ന് ഏത് ബസ്സിലാണ് കയറേണ്ടത് എന്നറിയാനായി എലൻ അടുത്ത് കണ്ട 3 സ്ത്രീകളുടെ അടുത്തെത്തുന്നു. അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് താഴെ എഴുതിയിരിക്കുന്നത്. എലൻ, where do the buses go? F said, at least one of B1 and B2 goes to the capital. G said, B1 goes to the capital. H said, B2 and B3 go to the capital. F said, B3 goes to the beach. G said, B2 and B3 go to the beach. And H said, B1 go to the beach. Which bus did Ellen take? മുമ്പ് ചെയ്തതുപോലെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു deduce some propositions from the conversation of these ladies. Clearly, one of the proposition may be B1 goes to the capital, second one B2 goes to the capital, and third one B3 goes to the capital. ഇവിടെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൽ B3 goes to the beach എന്ന് കാണുന്നുണ്ട്. That can be considered as B3 does not go to the capital because എലൻ നടന്നു വരുന്നത് ബീച്ചിൽ നിന്നാണ്. എലന് പോവേണ്ടത് ക്യാപിറ്റലിലേക്കാണ്. സ്വാഭാവികമായും ക്യാപിറ്റലും ബീച്ചും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് B3 ഗോസ് ടു ദ ബീച്ച് എന്ന് പറഞ്ഞാൽ B3 ക്യാപിറ്റലിലേക്കല്ല പോകുന്നത് എന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാം. അതുകൊണ്ട് B3 ഗോസ് ടു ദ ബീച്ച് എന്നതിന് നമ്മൾ പുതിയൊരു പ്രൊപ്പോസിഷനായിട്ട് പറയേണ്ട ആവശ്യമില്ല. സോ ഇത്തരത്തിൽ ഈ കാണുന്ന കോൺവെർസേഷൻസിനെ മുഴുവൻ സൂചിപ്പിക്കാൻ നമുക്ക് ഈ 3 പ്രൊപ്പോസിഷൻസ് മതിയാവും. Now we are going to draw the truth table corresponding to the conversation of these ladies. Here F said at least one of B1 and B2 goes to the capital. That is B1 goes to the capital or B2 goes to the capital. That is P or Q. That is the logical notation for the statement of F. Now next statement B1 goes to the capital. That is P. That is the statement of G is P. Now the statement of H is B2 and B3 go to the capital. That is Q and R. That is depicted here. Now next statement F is B3 go to the beach. That is B3 does not go to the capital. That is it is negation of R. So that is negation R here. Now G said B2 and B3 go to the beach. That is B2 and B3 does not go to the capital. That is negation Q and negation R. That is depicted here, negation Q and negation R. Finally, H said B1 goes to the beach. That is B1 does not go to the capital. Capital alla പോകുന്നത് ബീച്ചിലേക്കാണ്. That is negation of P. So that is a statement of H which is negation P. So after writing the headings of this truth table, we have to complete the truth table according to the rules of logical expressions. So you may complete the truth table. And now we can see that there are 8 cases here. 3 പ്രൊപ്പോസിഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് 8 കേസസ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 3 ട്രൂ ആവുന്ന കേസ്, 2 ട്രൂ ആവുന്ന 3 കേസുകൾ, 1 മാത്രം ട്രൂ ആവുന്ന വിധത്തിലുള്ള 3 കേസുകൾ, 3 ഫാൾസ് ആവുന്ന വിധത്തിലുള്ള 1 കേസ്. ആകെ 8 കേസുകളാണ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാനുള്ളത്. ഇതിൽ ഏത് കേസാണ് നമ്മളുടെ പ്രോബ്ലം പ്രകാരം പോസിബിൾ ആയിട്ടുള്ളത്, കോൺട്രഡിക്ഷൻസ് ഇല്ലാതെ നടക്കാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. So here you can see that the statements of F are P or Q and negation R. F എന്ന് പറയുന്ന വ്യക്തി ഒന്നുകിൽ നൈറ്റ് ആവാം അല്ലെങ്കിൽ നെയ്വ് ആവാം. അതായത് ഒന്നുകിൽ F സത്യം മാത്രമേ പറയുകയുള്ളൂ അല്ലെങ്കിൽ F കള്ളം മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എഫിൻ്റെ കോളംസ് നോക്കുന്ന സമയത്ത് ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസുമായിട്ടുള്ള വിധത്തിൽ വന്നു കഴിഞ്ഞാൽ ആ റോ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അത് പോസിബിൾ അല്ല. എഫ് ഒരേ സമയം സത്യം പറയുകയും കള്ളം പറയുകയും ചെയ്യുന്ന സിറ്റുവേഷൻ വരാൻ പറ്റില്ല. അതുപോലെ ജി എടുത്തു കഴിഞ്ഞാൽ ജിക്ക് ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ഒരേ സമയം ഒന്നുകിൽ സത്യമായിരിക്കണം അല്ലെങ്കിൽ കള്ളമായിരിക്കണം. സോ നമുക്ക് ജി വെച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഏത് വെച്ച് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ ജി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുകയാണ്. ജിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫസ്റ്റ് കേസിൽ പിയും ക്യൂവും ആറും ട്രൂ ആവുന്ന സമയത്ത് ജി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ജി ട്രൂ ആണ്, ഈ കേസിൽ ജി ഫാൾസ് ആണ്.
സോ ജി എന്ന് പറഞ്ഞത് ഒന്നുകിൽ സത്യം പറയുന്ന ആളാവണം അല്ലെങ്കിൽ കള്ളം പറയുന്ന ആളാവണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് വി ക്യാൻ കട്ട് ദിസ് റോ. ഇനി ഈ റോ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ 3 കേസും കൂടെ ശരിയായി വരുന്ന ഒരു സിറ്റുവേഷൻ ശരിയാവില്ല എന്നർത്ഥം. രണ്ടാമത് നോക്കിയാലും ഇവിടെ ട്രൂ ആണ്, ഇവിടെ ഫാൾസ് ആണ്. സോ രണ്ടും കൂടെ നടക്കാത്തത് കൊണ്ട് ആ കേസ് നമ്മൾ കളഞ്ഞു. തേർഡ് കേസിൽ ഹിയർ ഇറ്റ് ഈസ് ട്രൂ, ഹിയർ ഇറ്റ് ഈസ് ഫാൾസ്. സോ ദാറ്റ് ഈസ് ഓൾസോ അവോയ്ഡഡ് ഫ്രം അവർ ഡിസ്കഷൻ. ആൻഡ് നൗ ഫോർത്ത് കേസ്, ഹിയർ ഇറ്റ് ഈസ് ഫാൾസ്, ഹിയർ ഓൾസോ ഫാൾസ്. അവിടെ നമുക്ക് തീരുമാനമൊന്നും എടുക്കാനാവണില്ല. ഹിയർ ഇറ്റ് ഈസ് ട്രൂ, ഹിയർ ഓൾസോ ഇറ്റ് ഈസ് ട്രൂ. ഹിയർ ഫാൾസ്, ഹിയർ ഓൾസോ ഫാൾസ്. ഹിയർ ഫാൾസ്, ഹിയർ ഓൾസോ ഫാൾസ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഫാൾസ് ബട്ട് ഹിയർ ഇറ്റ് ഈസ് ട്രൂ. സോ ഈ കേസും നമ്മൾ കളഞ്ഞു. സോ ജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ 1, 2, 3, 4 4 കേസുകൾ നമ്മൾ ഒഴിവാക്കി. ഈ 4 കേസുകളും നടക്കാൻ സാധ്യതയില്ലാത്ത കേസുകളാണ്. ഇനി നമുക്ക് എഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാം. എഫിന് 2 കോളംസ് കാണുന്നുണ്ട്. ദിസ് ഇസ് 1 കോളം ആൻഡ് ദിസ് ഇസ് അനദർ കോളം. ഇവിടെയും ഒന്നുകിൽ രണ്ടും ടി ആയിരിക്കണം അല്ലെങ്കിൽ രണ്ടും എഫ് ആയിരിക്കണം. Now here it is T and here it is F. So ആ കേസ് നമ്മൾ ഓൾറെഡി കളഞ്ഞതാണ്. സോ ഓൾറെഡി കളഞ്ഞ റോസ് നമ്മൾ വീണ്ടും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള കോളംസ്, ബാക്കിയുള്ള റോസ് മാത്രമേ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഐ ഹാവ് ടു കൺസിഡർ ദിസ് റോ നൗ. സോ ഹിയർ ഇറ്റ് ഈസ് ട്രൂ, ഹിയർ ഇറ്റ് ഈസ് ഫാൾസ്. ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഈ കേസ് നമ്മൾ കളഞ്ഞു. അടുത്ത കേസ് ഇവിടെ ട്രൂ ആണ്, ഇവിടെയും ട്രൂ ആണ്. അതുകൊണ്ട് ആ കേസിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റണില്ല. നെക്സ്റ്റ് കേസ്, ഹിയർ ഇറ്റ് ഈസ് ട്രൂ, ഹിയർ ഓൾസോ ട്രൂ. സോ ആ കേസും നമുക്കിപ്പം കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഹിയർ ഇറ്റ് ഈസ് ഫാൾസ്, ഹിയർ ഓൾസോ ഫാൾസ്. അവിടെ നമുക്ക് കൺക്ലൂഷൻ പോസിബിൾ അല്ല. സോ ആക്ച്വലി ഈ 4 കേസുകളിലാണ് നമുക്ക് കൺക്ലൂഷൻ എടുക്കേണ്ടിയിരുന്നത്, നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നത്. അതിൽ ഈ ഒരു കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ശരിയാവില്ല എന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആകെ റിമൈനിങ് ആയിട്ടുള്ളത് ഈ 3 കേസുകളാണ്. അതിനായി നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എച്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. എച്ചിന് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ 2 കോളത്തിലും ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ കോളം നമുക്ക് കളയാവുന്നതാണ്. സോ ഇതിൽ നമ്മൾ ഈ 3 കേസുകൾ മാത്രമേ ഇനി ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. സോ എച്ചിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്താൽ ഹിയർ ഇറ്റ് ഈസ് ഫാൾസ്, ഹിയർ ഓൾസോ ഫാൾസ്. രണ്ടും ഒരേ സമയം ഫാൾസ് ആണ്, അവിടെ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. അടുത്ത കേസിൽ ഇവിടെ ഫാൾസും ഇവിടെ ട്രൂവുമാണ്. സോ ദാറ്റ് കേസ് ഇസ് നോട്ട് പോസിബിൾ, അത് നമ്മൾ കളഞ്ഞു. നെക്സ്റ്റ് കേസിൽ ഇവിടെ ഫാൾസ് ആണ്, ഇവിടെ ട്രൂ ആണ്, അതും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്തരത്തിൽ നമ്മൾ പോസിബിൾ അല്ലാത്ത കേസുകളെല്ലാം, കോൺട്രഡിക്ഷൻ വരുന്ന കേസുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ സമയത്ത് ബാക്കിയായി വരുന്നത് ഒരേ ഒരു കേസ് മാത്രമായിരിക്കും. ദാറ്റ് ഈസ് ദ കേസ് വെൻ പി ഈസ് ട്രൂ, ക്യൂ ഈസ് ഫാൾസ് ആൻഡ് ആർ ഈസ് ഫാൾസ്. സോ അവർ ഡിസിഷൻ ഈസ് the statement P, that is B1 goes to the capital, is true. B2 goes to the capital is false. B3 goes to the capital is false. So actually the bus B1 goes to the capital. Therefore Ellen take the bus B1. So this is how we take some decisions using the logical thinking. After reaching the bus terminal at the capital, Ellen saw 3 personal computers. She asked a young woman, the name of that woman is I, whether the computers had internet connections. She replied, computer 1 is not connected to the internet, and asked that man, J, he is a knight. I എന്ന വുമൺ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കമ്പ്യൂട്ടർ 1 ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്നും, ജെ എന്ന മനുഷ്യൻ, അടുത്ത് കാണുന്ന ജെ എന്ന മനുഷ്യൻ ഒരു നൈറ്റാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചോളൂ എന്നും പറഞ്ഞു. When Ellen approached the man, he told her, computer 2 has an internet connection but computer 3 does not. A second man, K, who overheard the conversation, then said, if computer 2 has an internet connection, then so does computer 1. And computer 3 is not connected to the internet. Which computer had an internet connection? That is our decision making problem. So clearly here the 3 propositions involved are computer 1 has an internet connection, computer 2 has internet connection, and our computer 3 has internet connection. Now you have to express the conversation of these people according to our language of logic. So the name of the persons here are I, J and K. Here I, the woman I said computer 1 is not connected to the internet. That is negation of P. That is the statement of I. Statement of J is computer 2 has an internet connection but computer 3 does not. That is Q and negation R. And K said if computer 2 has an internet connection, then computer 1 is also connected to the internet. That is if Q then P.
കമ്പ്യൂട്ടർ 2-ന് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ 1-നും ഉണ്ടാകും. അതായത് Q implies P. If Q then P. That is denoted by Q implies P. കെയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ട്. കെ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ 3 is not connected to the internet. That is negation of R. ഇത്രയും കോൺവെർസേഷൻസ് ആണ് നമുക്കിവിടെ ലോജിക്കൽ എക്സ്പ്രഷൻസിലേക്ക് മാറ്റാനുള്ളത്. Now you have to complete the truth table corresponding to this logical expressions. So we will get a table like this. Now you have to decide among these 8 cases here which is the unique case which is possible without any contradictions. Okay. ഇവിടെയുള്ള 8 കേസുകളിൽ ഏതെല്ലാം കേസുകളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനായി ആദ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഐ എന്ന ലേഡി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ജെ ഇസ് എ നൈറ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ജെ സത്യം പറയുന്ന ആളാണ് എന്നാണ് ഐ പറഞ്ഞത്. ഐ എന്ന വ്യക്തി സത്യം മാത്രം പറയുന്ന ഒരാളാണ് എങ്കിൽ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവണം. അതായത് ജെ എന്ന് പറയുന്നത് സത്യം മാത്രം പറയുന്ന ആളാവണം. സോ ഇതാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. ഐയും ജെയും ഒരേ സമയം ട്രൂ പറയുന്ന ഒരു കേസ്. ഇനി ഐ പറയണത് കള്ളമാണെന്ന് വിചാരിക്കുക. അതായത് ഐ കള്ളം മാത്രം പറയുന്ന ആളാണെങ്കിൽ ഐ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ജെ സത്യം പറയുന്ന ആളാണെന്നാണ്, ജെ നൈറ്റ് ആണെന്നാണ്. സോ അത് കള്ളമാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജെ നൈറ്റ് അല്ല എന്നാണ്. ജെ നൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ജെ പറയുന്നത് കള്ളമായിരിക്കും. സോ ഈ 2 കേസുകൾ മാത്രമേ വരാൻ പാടുള്ളൂ. ഒന്നുകിൽ ഐയും ജെയും രണ്ടും ട്രൂ ആയിരിക്കണം പറയുന്നത്, അല്ലെങ്കിൽ ഐയും ജെയും ഒരേ സമയം ഫോൾസ് ആയിരിക്കണം പറയുന്നത്. സോ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ ഡിഫറെൻറ്റ് കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൽ ഐയും ജെയും ഒരേ സമയം ഫോൾസ് ആണ് പറയുന്നത്. സോ ദർ ഇസ് നോ പ്രോബ്ലം. സെക്കൻഡ് കേസിൽ ഐ ഫോൾസും ജെ ട്രൂവുമാണ് പറയുന്നത്. സോ ആ കേസ് നമുക്ക് പോസിബിൾ അല്ല. സോ വി ക്യാൻ ക്യാൻസൽ ദ സെക്കൻഡ് കേസ്. തേർഡ് കേസിൽ 2 പേരും ഫോൾസ് ആണ്. ഫോർത്ത് കേസിൽ ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസുമാണ്. സോ വി ഹാവ് ടു ക്യാൻസൽ ദിസ് കേസ്. ദെൻ ദ നെക്സ്റ്റ് കേസ് ബോത്ത് ആർ ടെല്ലിംഗ് ഫാൾസ്. In the next one both are telling truth, and in the last 2 cases one is telling truth and other false. So we can cancel the last 2 cases also. സോ ആകെയുള്ള 8 കേസുകളിൽ ഈ 4 കേസുകൾ പോസിബിൾ അല്ല എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യാവുന്നത് കെ എന്ന വ്യക്തി 2 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ അവസാനത്തെ 2 കോളംസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കെയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കെ എന്ന വ്യക്തി ഒന്നുകിൽ സത്യം മാത്രം പറയുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ കള്ളം മാത്രം പറയുന്ന ആളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് കേസിൽ ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും ആവുന്ന സിറ്റുവേഷൻ വരാൻ പറ്റില്ല. സോ ദാറ്റ് കേസ് വി ക്യാൻ ക്യാൻസൽ ഔട്ട്. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഈ കേസാണ്. ഈ റോയിൽ തേർഡ് റോയിലും കെ ട്രൂവും കെ ഫോൾസും പറയുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. സോ വി ക്യാൻ ക്യാൻസൽ ദാറ്റ് കേസ് ഓൾസോ. നൗ വി ഹാവ് ടു കൺസിഡർ അതർ 2 കേസസ് ഓൾസോ. ഇൻ ദ ഫിഫ്ത്ത് കേസ് both statements are true, so there is no problem. And in the 6th case, once K is telling false and other times K is telling true, so that is not possible. So we can cancel that term also. So what remains? The only case which remains is the 5th row, that is the case when P is true, Q is false and R is false. So we can conclude that our propositions, first proposition P, that is computer 1 has internet connection, is true, and other 2 propositions are false. So the computer in which there is internet connection is computer 1.